എല്ലാ ജീവിതത്തിൻ്റെ ഇടങ്ങളിലും നമ്മൾ അത്ഭുതങ്ങൾ മാത്രം അന്വേഷിക്കുന്നവരായി മാറരുത്. സഹനങ്ങളിലും ദൈവപ്രവൃത്തി വെളിപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എന്തോരം അല്ലേ അനുദിന ജീവിതത്തിൽ മുന്നോട്ട് എന്തോരം തരത്തിലുള്ള സഹനങ്ങളാണ് ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്നത്. ഈ സഹനങ്ങളിലാണ് യഥാർത്ഥത്തിൽ യേശുക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്ന് നമ്മൾ വെളിപ്പെടുത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ അവിടെയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനത്തിൽ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്, ദൈവത്തെ സ്നേഹിക്കുക എന്നാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക എന്നർത്ഥം. അവിടുത്തെ കൽപ്പനകൾ ഭാരമുള്ളവയല്ല, എന്തെന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഏവനും ലോകത്തെ കീഴടക്കുന്നു. ലോകത്തിന്റെ മേലുള്ള വിജയം ഇതാണ് നമ്മുടെ വിശ്വാസം. എന്താണ് നമ്മുടെ വിശ്വാസം? യേശു ദൈവപുത്രനാണെന്ന് വിശ്വസിക്കുന്നവനല്ലാതെ മറ്റാരാണ് ലോകത്തെ ജയിക്കുന്നത്? ഈ എത്ര കണ്ട് ഒരു ദൈവ പൈതൽ ഈ വിശ്വാസത്തിൽ ആഴപ്പെടുന്നുവോ അത്ര കണ്ട് അവൻ ലോകത്തിന്റെ മേൽ ജയിക്കുന്നവനായിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ വിശ്വാസ ജീവിതത്തിന് അത്ര കണ്ട് പ്രാധാന്യം കൊടുക്കുന്നത്. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ ഞാൻ വിശ്വസിക്കും, എന്തിനാ ഇങ്ങനെയൊക്കെ കണ്ട് പോയാൽ പറ്റുന്നത്? എന്തിനാ ഒരു ദൈവ പൈതൽ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ആഴം വർദ്ധിക്കുന്നതിനനുസരിച്ച് അവൻ ലോകത്തിൽ വിജയിച്ചവരായിട്ട് പോവാം.